ഹായ് മക്കൾസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കറണ്ട് ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്ററാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ വലിയൊരു ചാപ്റ്ററാണ്, പക്ഷേ അതിനെ സാർ ചുരുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഇനി സാറിനൊരു ആഗ്രഹം ഉണ്ട്, എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഓരോ 2-3 ചാപ്റ്റർ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗൂഗിൾ മീറ്റ് വെക്കാം. ഓക്കെ, എന്നിട്ട് അത് വേണമെങ്കിൽ എത്ര സമയം ആയിക്കോട്ടെ, ഒരു ദിവസം കംപ്ലീറ്റ് വേണമെങ്കിൽ വെക്കാം. എന്നിട്ട് നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങളും എന്ത് ചെയ്യുന്നതായിരിക്കും, നമ്മൾ അതിലൂടെ തീർത്ത് തരുന്നതായിരിക്കും. വേണമെങ്കിൽ അതൊരു യൂട്യൂബിൽ നമുക്ക് പബ്ലിക്കായിട്ട് വേണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അതിന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പറയണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അത് സെറ്റാക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അത് നിങ്ങൾ എന്ത് ചെയ്യുക, പേഴ്സണലി നമ്മളെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ സാറിന് എന്ത് ചെയ്യുക, പേഴ്സണലി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതങ്ങനെ സെറ്റാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി അങ്ങനെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്ററിലേക്ക് ഞാൻ പോവുകയാണ്. ചാപ്റ്റർ നമ്പർ 3 ആണ്. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് കറണ്ടിനെ കുറിച്ചാണ്. നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് കറണ്ട് എന്ന് പറഞ്ഞാൽ, ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ആൾ ആരാണ് എന്നുള്ളതാണ് നമുക്ക് ആദ്യം ഇവിടെ എന്ത് ചെയ്യേണ്ടത്, ഡിസ്കസ് ചെയ്യേണ്ടത്. ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുമ്പോൾ അത് ഐ എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക കേട്ടോ. ക്യാപിറ്റൽ ലെറ്റർ ഐ എന്നുള്ളതാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറഞ്ഞാൽ. അതായത് ഒരു കണ്ടക്ടറിലൂടെയാണ് എന്ത് ചെയ്യുക, കറണ്ട് ഒഴുകുക കേട്ടോ. സാധാരണ വയറുണ്ടല്ലോ, നമ്മൾ എടുക്കുന്ന കോപ്പർ വയർ, നമ്മൾ സാധാരണ വയറിന്റെ ഉള്ളിലുണ്ടാകുന്ന, വയറിന്റെ ഉള്ളിലൂടെയാണ് കറണ്ട് ഒഴുകുക എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ വയറിന്റെ ഉള്ളിലുണ്ടാകുന്ന ചെറിയ കമ്പിയില്ലേ, അതാണ് കോപ്പർ കമ്പി. ആ കോപ്പർ കമ്പിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, കറണ്ട് ഒഴുകുന്നത്. അപ്പോൾ അത് നമ്മൾ കണ്ടക്ടർ എന്നാണ് പറയുക. അത് നമ്മൾ എന്താ പറയുക, കണ്ടക്ടർ എന്ന് പറയാം. അപ്പോൾ അതിൽ ധാരാളം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് കാരണമാണ് എന്ത് ചെയ്യുന്നത്, കറണ്ട് ഉണ്ടാകുന്നത്. അതായത് ആ കണ്ടക്ടറിൻ്റെ ഉള്ളിലൂടെ ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടാവും. അപ്പം അത് കാരണമാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, കറണ്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ ആ കറണ്ടിന്റെ ഇക്വേഷൻ എന്താണ്, അപ്പോൾ ആ ചാർജ്, ഈ ഇലക്ട്രോൺ മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ചാർജ് മൂവ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ആ ചാർജ് പെർ യൂണിറ്റ് ടൈമിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്, ഇലക്ട്രിക് കറന്റ് എന്ന് പറഞ്ഞാൽ. ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ത്രൂ എനി ക്രോസ് സെക്ഷൻ ഓഫ് ഏരിയ, എനി ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് എ കണ്ടക്ടർ ഈസ് കോൾഡ് ഇലക്ട്രിക് കറന്റ്. അതിൽ സിമ്പിൾ ആയിട്ട് ചാർജ് പെർ യൂണിറ്റ് ടൈം, അതായത് ആദ്യത്തെ 1 സെക്കൻഡിൽ ഇത്രയാണ് ആ ചാർജ് മൂവ് ചെയ്തത്. അപ്പോൾ ആ ചാർജ് ഡിവൈഡഡ് ബൈ 1, അതാണ് അവിടുത്തെ കറണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ കറണ്ടിന്റെ ഇക്വേഷൻ ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഐ ഈസ് ഈക്വൽ ടു, ശ്രദ്ധിച്ചിരിക്കണേ, Q/T ആണ്. Q എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, ഐ ഈസിക്കലി Q/T ആണ്. ഇതിൽ Q എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാർജ് ആണ്. ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ടൈമും ആണ് കേട്ടോ. ഐ ഈസിക്കലി Q/T. Q എന്ന് പറഞ്ഞാൽ ചാർജ് ആണ്, ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ടൈമും ആണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. ഇതാണ് ഇലക്ട്രിക് കറണ്ട് എന്നുള്ള കേസിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത്. ചാർജ് പെർ യൂണിറ്റ് ടൈം, അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ചാർജ് പെർ യൂണിറ്റ് ടൈം ആണെന്ന് ഇലക്ട്രിക് കറണ്ട്. ഈ ഡെഫിനിഷൻ നിങ്ങളോട് എവിടെയും ചോദിക്കില്ല കേട്ടോ. ഈ ഡെഫിനിഷൻ എവിടെയും ചോദിക്കില്ല. നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. റെഡി. ഇനി അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് എന്താണ്, നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ആംപിയർ ആണ്. എന്താന്ന് പറയാ, ആംപിയർ ആണ് ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ്. നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യാറുള്ളത്. ഇനി അതിന്റെ ഡയമെൻഷൻ എന്താണെന്നുള്ള നമുക്കറിയാം. ഇലക്ട്രിക് കറണ്ട് എന്നുള്ളത് നമ്മൾ +1 പഠിച്ചിട്ടുള്ള ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിലെ 7 ആൾക്കാരുണ്ടല്ലോ, ആ 7 ആൾക്കാരിൽ ഒരാളാണ് ആര്, ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ ഇലക്ട്രിക് കറണ്ടിന്റെ ഡയമെൻഷൻ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ എ വെച്ച് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഐ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഡയമെൻഷൻ എഴുതുമ്പോഴോ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയോ, ഡയമെൻഷൻ എഴുതുമ്പോൾ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇടണം. അപ്പൊ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയമെൻഷൻ ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ എ എന്ന് എഴുതാം, അല്ലെങ്കിലോ ഡയമെൻഷൻ ഓഫ് കറണ്ട് ഐ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ വേണ്ടി പറ്റും. റെഡി. ഇനി അടുത്തത്, കറണ്ട് എന്നുള്ളത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണോ വെക്റ്റർ ക്വാണ്ടിറ്റി ആണല്ലോ. കറണ്ട് ശരിക്കും എന്താണ്, ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ സാറല്ലേ പറഞ്ഞത്, നിങ്ങൾക്കുള്ള സംശയം എന്തായിരിക്കുമല്ലോ, സാറല്ലേ പറഞ്ഞത് സ്കേലാർ ക്വാണ്ടിറ്റി ആയത് എങ്ങനെയാ കറണ്ട്? കറണ്ടിന് മാഗ്നിറ്റ്യൂഡ്, അളവ് ഉണ്ടാവും അല്ലെ. 5 ആംപിയർ, 10 ആംപിയർ, 20 ആംപിയർ എന്നൊക്കെ പറയുന്നത് ആ കറണ്ടിന്റെ എന്താണ്, മാഗ്നിറ്റ്യൂഡ് ആണ്, അളവാണ്. അതിനൊരു ഡയറക്ഷൻ ഉണ്ടല്ലോ, അത് ഞങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ കറണ്ടിന്റെ ഡയറക്ഷൻ? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് അല്ലെ. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് ആര് പോകുന്നത്, ഡയറക്ഷൻ ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ. കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എവിടുന്ന് എങ്ങോട്ടേക്കാ, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് കറണ്ടിന്റെ ഡയറക്ഷൻ. ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കിയിരിക്കേണ്ടത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്,
ഡയറക്ഷനും ഉണ്ട്. അപ്പൊ അതൊരു വെക്റ്റർ അല്ലേ ആവേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ എല്ലാവരും സംശയം വരാം. അതെന്താ? വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റി ആണെങ്കിൽ അതിനെന്ത് വേണം? മാഗ്നിറ്റ്യൂഡും വേണം, ഡയറക്ഷനും വേണം. അത് രണ്ടും ഇവർക്കുണ്ട്. പക്ഷേ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും മാത്രം പോരാ. ഇവര് വെക്റ്റർ അഡീഷൻ അല്ലെ വെക്റ്റർ സബ്സ്ട്രാക്ഷൻ അല്ലെ വെക്റ്റർ ഓൾജിബ്ര ഒബേ ചെയ്യണം. അതെന്താ സാറേ അങ്ങനെ പറഞ്ഞാൽ? നിങ്ങൾ +1 പഠിച്ച ഓർമ്മയുണ്ടോ? ഏത്? മോഷന്റെ പ്ലെയിൻ എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾ ഒരുപാട് തവണ പഠിച്ചിട്ടുണ്ടാവും. പാരലലോഗ്രാം ലോ ഓഫ് അഡിഷൻ, ട്രയാങ്കുലാർ ലോ ഓഫ് അഡിഷൻ. അതായത് അവിടെ നമ്മൾ വെക്ടേഴ്സിനെ ആഡ് ചെയ്യുന്ന മെത്തേഡ്, കൂട്ടുന്ന മെത്തേഡാണ് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ അല്ലെങ്കിൽ അതിന്റെ ട്രയാങ്കുലാർ ലോ ഓഫ് വെക്ടർ അഡിഷൻ. അവിടെ നമ്മൾ രണ്ട് വെക്ടേഴ്സ്, ഒരു വെക്ടർ എയും രണ്ടാമത്തെ വെക്ടർ ബിയും ആണ് എന്നുണ്ടെങ്കിൽ അവിടുത്തെ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ടോട്ടൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചിരുന്നത്? R √(a² + b² + 2ab cos θ. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവിടെ പഠിച്ചിരുന്നത്. അത് ഓക്കെയാണല്ലോ സാറേ. അപ്പോ നമ്മൾ രണ്ട് വെക്ടേഴ്സിനെ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ രീതിയിലാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. പക്ഷേ കറണ്ട് എന്താണെന്നറിയോ? കറണ്ട് ഇപ്പൊ ഇങ്ങനെ ഒരു കറണ്ട് 5 ആംപിയർ വരുന്നുണ്ട് കേട്ടോ. 5 ആംപിയർ ഇവിടുന്ന് വരുന്നുണ്ട്, ഇവിടുന്ന് ഒരു 3 ആംപിയർ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് വിചാരിച്ചോളെ. ഇവർ രണ്ടുപേരും കൂടെ ഈ ജംഗ്ഷനിൽ കൂട്ടി മുട്ടിയിട്ട് പിന്നെ ഒരുമിച്ച് പോവാണ്. അപ്പൊ നമ്മൾ എത്ര വരിക? 5 + 3 8 ആംപിയർ എന്നല്ലേ വരിക. അപ്പൊ നമ്മൾ ഇവിടെ ഇതൊരു വെക്ടറാണ്, ഇതൊരു വെക്ടറാണെന്ന് വിചാരിച്ചു √5a² + 3a² അത് നമ്മൾ എടുത്തിട്ടുണ്ടോ? ഇല്ല. നേരെ നമ്മൾ സാധാരണ കൂട്ടുന്ന പോലെയാണ് എന്തുള്ളത്? കൂട്ടിട്ടുള്ളത് 5 + 3 8 എന്നുള്ളതാണ്. അപ്പൊ അത് ആർക്ക് പറ്റൂല? വെക്ടറിന് പറ്റൂല. അപ്പൊ ഒരു ക്വാണ്ടിറ്റി വെക്ടർ ആവണമെന്നുണ്ടെങ്കിൽ ശരിക്കും മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം അതിന് മാഗ്നിറ്റ്യൂഡ് വേണം, രണ്ടാമത്തത് ഡയറക്ഷൻ വേണം, മൂന്നാമത് വെക്ടർ ഓൾജിബ്ര. ഓൾജിബ്ര വെക്ടറിന്റെ അഡിഷൻ അത് വരാം, സബ്സ്ട്രാക്ഷൻ വരാം, മൾട്ടിപ്ലിക്കേഷൻ വരാം, ഡിവിഷൻ വരാം. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ അതൊക്കെ ഒബേ ചെയ്യുന്നുണ്ടെങ്കിലാണ് ആ ക്വാണ്ടിറ്റി വെക്ടർ ക്വാണ്ടിറ്റി ആവുള്ളൂ. പക്ഷെ കറണ്ടിന്റെ കേസിൽ കറണ്ട് എന്നുള്ളത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആവാനുള്ള റീസൺ, കറണ്ടിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട്. പക്ഷേ അത് സ്കേലാർ ക്വാണ്ടിറ്റി ആകാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ റീസൺ കാരണം എന്താണെന്ന് വെച്ചാൽ അത് വെക്ടർ ഓൾജിബ്ര ഒബേ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് കറണ്ട് എന്ത് ചെയ്തത്? ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആയി മാറിയിട്ടുള്ളത്. ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി എന്നുള്ളത് സാർ എന്ത് ചെയ്യുന്നു? അസ്യൂം ചെയ്യുന്നു. റെഡിയാണല്ലോ? ഓക്കെ. ഇനി അങ്ങനെയെങ്കിൽ അടുത്ത കേസിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഓംസ് ലോ. ആരാണ്? ഓംസ് ലോ. ഓംസ് ലോ എന്താ സാറേ? കൃത്യമായിട്ട് പറയാണ്. ഇതാണ് ഞാൻ പറയുന്ന ആ വയർ കേട്ടോ. നമ്മൾ കമ്പിന്റെ ഉള്ളിലുള്ള നമ്മുടെ സാധാരണ ആ ഒരു ഇൻസുലേറ്റർ പല കളറുള്ള വയർ നമ്മൾ കാണാറില്ല. അപ്പൊ അതിനുള്ളിലുള്ള ആ കമ്പിയാണിത്. അതാണ് നമ്മുടെ കണ്ടക്ടർ. ആ കണ്ടക്ടർ ചെറിയൊരു ഭാഗം മാത്രമേ അതങ്ങനെ വലുതാക്കി ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ടോ. ഓക്കെ, സാധാരണ ഇത് ഇത്ര വലുപ്പം ആ കമ്പി ഉണ്ടാവുള്ളൂ അല്ലേ. അത് ഞാൻ വലുതാക്കി വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ടാവും? കറണ്ട് ഇങ്ങനെ ഒഴുകുന്നുണ്ടാവും അല്ലെ. ഇലക്ട്രോണിന്റെ ഫ്ലോ ഇങ്ങനെ ഉണ്ടാവും അല്ലെ. ഇലക്ട്രോണിന്റെ ഫ്ലോ എന്തുണ്ടാവും? ഇതിലൂടെ ഉണ്ടാകും. അതായത് ഇതിന് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് പുറത്ത് കൊടുത്താൽ, അതായത് നമ്മൾ പ്ലഗിൽ കുത്തുക എന്ന് പറയില്ലേ. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ? നമ്മൾ ആ വയർ വെറുതെ കയ്യിൽ പിടിച്ചാൽ അല്ലെ, വെറുതെ ഞാൻ എന്ത് ചെയ്തു? ആ ഉള്ളിലുള്ള കമ്പി എടുത്ത് കൈ പിടിച്ചു, ഷോക്ക് അടിക്കോ? ഇല്ല, കാരണം അതിലൂടെ കറണ്ട് ഒഴുകുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനൊരു പ്ലഗിൽ കുത്തി അല്ലെ, അതിന്റെ ഒരു അറ്റം ഞാൻ എന്ത് ചെയ്തു? പ്ലഗിൽ കുത്തി, എന്നിട്ട് അതിനറ്റം പോയി പിടിച്ചാലോ? ഷോക്ക് അടിക്കും. അപ്പൊ നമ്മൾ എന്താ സംഭവിക്കുന്നത്? അതിലൂടെ കറണ്ട് ഒഴുകുന്നത് എപ്പോഴാ? ആ പ്ലഗിൽ കുത്തുമ്പോഴല്ലേ. അതായത് പ്ലഗിൽ കുത്തുക എന്നുള്ളതിനർത്ഥം നമ്മൾ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുക. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആയിട്ടുള്ള ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്? ഇതിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇനി ഞാൻ പോയി തൊട്ടാ എനിക്ക് ഷോക്ക് അടിക്കുമെന്ന് പറഞ്ഞു. അതായത് അതിന്റെ ഉള്ളിലൂടെ എന്തുണ്ട്? കറണ്ടിന്റെ ഫ്ലോ ഉണ്ട്. കറണ്ടിന്റെ ഫ്ലോ എവിടെ നിന്ന് എങ്ങോട്ടേക്കാ? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്. അപ്പൊ ഇതല്ലേ പോസിറ്റീവ്, ഇത് നെഗറ്റീവ് അല്ലേ. ആ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ആര് പോകുന്നുണ്ട്? കറണ്ടിന്റെ ഫ്ലോ പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സാറേ ഇവിടെയുള്ള ഇലക്ട്രോൺസ് എങ്ങോട്ടേക്കാ പോവാ? അതായത് ഇതിൻ്റെ ഉള്ളിൽ ഇലക്ട്രോണിന്റെ ഫ്ലോ കാരണമാണല്ലോ കറണ്ട് ഉണ്ടാകുന്നത്. അപ്പൊ കറണ്ട് പോസിറ്റീവ് നെഗറ്റീവ്, അപ്പൊ ഇലക്ട്രോണും പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെയല്ല കേട്ടോ. ഇലക്ട്രോൺ എവിടുന്ന് എങ്ങോട്ടേക്കാ അറിയോ? നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക്. അതായത് കറണ്ടിന്റെ ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ആര് പോവുക? ഇലക്ട്രോൺസ് പോവുക. അതായത് ഇലക്ട്രോൺസ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ പോകും. ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇവിടുന്ന് ഇങ്ങോട്ടേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്? പോകുന്നത്. ക്ലിയർ? ഈ ഒരു കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കണേ. ഇനി അങ്ങനെ
അങ്ങനെയാണെങ്കിൽ എന്താണ് ഓംസ് ലോ എന്നുള്ളതാണ് സാറ് അടുത്തായിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. ഓംസ് ലോ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ശരിക്കും ശ്രദ്ധിച്ചോളെ. ഓംസ് ലോ എന്ന് പറഞ്ഞാൽ ഒരു ഇതിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതായത് ഇപ്പൊ ഞാനിവിടെ നല്ലോണം കൂടുതൽ 10 വോൾട്ട് കൊടുത്ത് അപ്പൊ അതിലൂടെ ഒരു കറണ്ട് 5 ആംപിയർ ഒഴുകി എന്ന് വിചാരിച്ചോ. ഞാൻ 15 20 വോൾട്ട് ആക്കി അപ്പൊ അതിലുള്ള കറണ്ട് 10 ആംപിയർ ആയി. ഞാനത് 30 ആക്കി അപ്പൊ ഇതിലൂടെ കറണ്ട് 15 ആംപിയർ ആയി. അപ്പൊ എന്താ സംഭവിച്ചുള്ളത്? ഞാൻ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടിയപ്പോ ഇതിലൂടെയുള്ള കറണ്ടും എന്ത് ചെയ്തു? കൂടി. ഇതാണ് ഓംസ് ലോ. അതായത് വോൾട്ടേജ് അല്ലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂട്ടുകയാണ് എന്നുണ്ടെങ്കിൽ എന്തും കൂടുന്നു? കറണ്ടും കൂടുന്നു. അത് നമ്മൾ ഡയറക്ട്ലി ഒരു ഇക്വേഷൻ ഫോർമാറ്റിലേക്ക് ഇങ്ങനെ എഴുതും. വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ. വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്തത്? അവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പൊ സാറേ ഈ പ്രൊപ്പോർഷണൽ ഒഴിവാക്കി നമുക്കൊരു ഈക്വൽ ടു ആക്കിയ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ അതെന്താ? ആ കോൺസ്റ്റന്റ് ഞാൻ ആർ എന്നെടുക്കുന്നു അല്ലെ. അപ്പൊ ഐ അവിടെ ഉണ്ട്. ഐ ഇൻറ്റു ആർ. വി ഈസ് ഈക്വൽ ടു ഐ ആർ എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? അപ്പൊ സാറേ ഇവിടെ എന്താ അർത്ഥം? വി കൂടുകയാണെങ്കിൽ ഐയും കൂടും. അപ്പൊ പ്രൊപ്പോർഷണൽ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ ഈക്വൽ ടു ആക്കി മാറ്റുമ്പോൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ കോൺസ്റ്റന്റ് ആണ് മക്കളെ എന്ത്? ആർ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അവിടെ എന്ത് കിട്ടി? വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ എന്ന് നമുക്ക് കിട്ടി. ഇതാണ് ഈ ഒരു കേസിലുള്ള എന്തെന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതായത് ഈ കേസിൽ നിങ്ങൾ എന്താ മനസ്സിലാക്കിയിരിക്കേണ്ടത് അറിയോ? ഒരു ആർ റെസിസ്റ്ററിലൂടെ ഇതിനർത്ഥം വി ഈസ് ഐ ആർ എന്നുള്ളതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? ഇതങ്ങനെ മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു ഐ കറന്റ് ആർ എന്നുള്ള റെസിസ്റ്ററിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകും. ആ വോൾട്ടേജ് ഡ്രോപ്പ് ആണ് വി ഈസ് ഈക്വൽ ടു ഐ ആർ എന്ന് പറഞ്ഞാൽ. അതായത് ബൾബ് കത്തണ എങ്ങനെ? ബൾബിന്റെ ഉള്ളിൽ റെസിസ്റ്റൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ബൾബ് കത്തുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് ആ വയറിലൂടെ എങ്ങനെ എന്ത് ചെയ്തു? കറണ്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും. ആ കറണ്ട് എന്ത് ചെയ്യും? ബൾബിന്റെ ഉള്ളിലുള്ള റെസിസ്റ്റൻസിലൂടെ പാസ് ചെയ്യും. അപ്പൊ അവിടെ എന്തുണ്ടാവും? വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യും. ആ വോൾട്ടേജ് ഡ്രോപ്പ് ആണ് നമുക്ക് ലൈറ്റ് ആയിട്ട്, വോൾട്ടേജ് നഷ്ടപ്പെടല്ലേ, ആ നഷ്ടപ്പെടുന്ന വോൾട്ടേജ് നമുക്ക് ലൈറ്റ് ആയിട്ട് കിട്ടുന്നു. ക്ലിയർ? ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പൊ ഈ ഓംസ് ലോന്റെ ഡെഫിനിഷൻ എന്താ സാറേ? അത് മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ സാധനം തന്നെ മതി. എന്താ? അതിന് പക്ഷേ ഒരു ചെറിയൊരു കണ്ടീഷൻ ഉണ്ട്. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ മാത്രമേ ഇത് നടക്കുള്ളൂ. ടെമ്പറേച്ചർ മാറ്റിയാൽ വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഐ എന്നുള്ള ആ സാധനം അവിടെ നടക്കൂല. അപ്പൊ ഡെഫിനിഷനിൽ നിങ്ങൾ ആദ്യം എഴുതേണ്ടത് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ കറണ്ട് പാസിംഗ് ത്രൂ എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ ഈസ് directly proportional to the potential difference across the terminals of the conductor. Is directly proportional to the potential difference across the terminals of the conductor. അതായത് അങ്ങനെ ചെയ്യുന്നുണ്ട്. അതായത് കറന്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എങ്ങനെയാണെങ്കിൽ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഇതാണ് ഓംസ് ലോ എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണല്ലോ? അപ്പൊ സാറേ ഇതിൽ നമുക്ക് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ചോളൂ. അതെങ്ങനെയാ നമുക്ക് നോക്കാം അല്ലെ. അതായത് എന്താ അപ്പൊ റെസിസ്റ്റൻസ്? ഈ ആർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്? എനിക്ക് ആറിന്റെ പേര് പറഞ്ഞിട്ടില്ല അല്ലേ. ഈ ആർ എന്നുള്ള ആ കോൺസ്റ്റന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്? റെസിസ്റ്റൻസ്. എന്താന്ന് പറയാ? റെസിസ്റ്റൻസ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? ആ ആറിനെ പറയാറുള്ളത്. എന്താണ് സാറേ റെസിസ്റ്റൻസ് എന്നുള്ളതല്ലേ അടുത്ത സംശയം. ഇതാ നോക്ക്, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഒപ്പോസിഷൻ ടു ദ ഫ്ലോ ഓഫ് കറന്റ്. കറന്റിന്റെ ഫ്ലോയിലുള്ള ഒപ്പോസിഷൻ, കറന്റ് ഫ്ലോയിനെ ഒപ്പോസ് ചെയ്യുന്നതാണ് ആരെന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതായത് കറണ്ട് ഇതാ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് അങ്ങോട്ടേക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ പിടിച്ച് ഇങ്ങോട്ടേക്ക് തള്ളുന്ന ആളാണ് ഒരു റെസിസ്റ്റൻസ്. നിങ്ങൾ ബൈക്കിൽ പോവുകയാണെന്ന് വിചാരിച്ചോളി. നല്ല ബൈക്കിൽ പോവുകയാണ്. ബൈക്കിൽ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ സാധാരണ പതുക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ, പതുക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഏറെ നമ്മൾ ശരീരത്തിലേക്ക് അടിക്കുന്ന മാതിരി നമ്മൾ തോന്നുള്ളൂ. ഭയങ്കര സ്പീഡിൽ പോകണമെങ്കിലോ നല്ല എയർ അടിക്കുന്ന മാതിരി തോന്നും. അതായത് നമ്മൾ പോകുന്നതിന് ഒപ്പോസ് ചെയ്യാണ് എയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ കറണ്ട് ഒരു കണ്ടക്ടറിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യാണ് ആര് ചെയ്യുന്നത്? റെസിസ്റ്റർ ചെയ്യുന്നത്. റെസിസ്റ്റർ എന്ത് ചെയ്യുന്നത്. അപ്പൊ അതാണ് റെസിസ്റ്റൻസിന്റെ ഡെഫിനിഷൻ ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ദ ഒപ്പോസിഷൻ, ഓപ്പോസ് ചെയ്യുക ടു ദ ഫ്ലോ ഓഫ് കറന്റ്. ഫ്ലോ കറന്റിനെ ഓപ്പോസ് ചെയ്യുന്നതാണ് നമ്മുടെ റെസിസ്റ്റൻസ്. ആർ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? സെറ്റ് ആണെന്ന് സാർ വിചാരിക്കും. ഇതാണ് റെസിസ്റ്റൻസ് എന്നുള്ള കോൺസെപ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പഠിച്ചിരിക്കേണ്ടത്. ഇതിൽ ആർക്കും ഒരു സംശയവും ഇല്ല എന്നുള്ള സാർ വിചാരിക്കുന്നു. അപ്പൊ ആ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്തായിരിക്കും സാറേ? നമുക്ക് വി ഈസ് ഈക്വൽ ടു ഐ ആർ കിട്ടില്ലേ. അപ്പൊ നമുക്ക് ട്രയാങ്കിൾ ഉണ്ടാക്കിയ പോലെ ഇവിടെ ഞാൻ ട്രയാങ്കിൾ സൈഡിൽ ഉണ്ടാക്കുന്നു. ഓക്കെ, സോറി, ട്രയാങ്കിൾ സൈഡിൽ ഉണ്ടാക്കുന്നു. ഇങ്ങനെ വരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ വി വരും, ഇവിടെ ഐ വരും,
ഇവിടെ R വരും. അപ്പോൾ V is equal to IR. അപ്പൊ നമുക്ക് R is equal എന്തായിരിക്കും? V divided by I. ഓക്കെ, R is equal to റെസിസ്റ്റൻസ് R is equal എന്തായിരിക്കും വരുന്നത്? V divided by I ആയിരിക്കും എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കിയിരിക്കുക. ഇതാണ് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ. റെഡി? അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താ? ഓം. എന്താ പറയാ? ഓം. ഇതാണ് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ്. അതിന്റെ സിമ്പിൾ ആണ് ഇതാ ഇങ്ങനെ ഒരു ചെവി പോലെ ഉണ്ടാവും അല്ലെ? അതാണ് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് അല്ലെ ഓംസിലോ അല്ലെങ്കിൽ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പഠിച്ചിരിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ആ റെസിസ്റ്റൻസിന്റെ ഡയമെൻഷൻ എന്താ സാറേ? ഡയമെൻഷൻ നമുക്ക് ഇക്വേഷനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെ? റെസിസ്റ്റൻസിന്റെ ഡയമെൻഷൻ നമുക്ക് ഇക്വേഷൻ അറിയാം. റെസിസ്റ്റൻസിന്റെ ഡയമെൻഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ V/I അല്ലേ നമ്മുടെ ഇക്വേഷന്? അപ്പോൾ ഡയമെൻഷൻ ഓഫ് V ഡയമെൻഷൻ ഓഫ് I നമ്മൾ ചെയ്യണം അല്ലേ? അപ്പോൾ ഡയമെൻഷൻ ഓഫ് R ഈസ് ഈക്വൽ ടു V എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യലിന്റെ ഡയമെൻഷൻ അല്ലേ? അത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ചെയ്ത് ഓർമ്മയുണ്ടോ? പൊട്ടൻഷ്യലിന്റെ ഡയമെൻഷൻ നമ്മൾ W ഈസ് ഈക്വൽ ടു QV, Q ഈസ് ഈക്വൽ V ഈസ് ഈക്വൽ ടു V ഈസ് ഈക്വൽ ടു W/Q. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെയ്തത് ആൻസർ ആയിരുന്നു W/Q എന്നുള്ളതാണ് നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കിട്ടിയത് അത് ഞാൻ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് എഴുതുകയാണ്. ml² T⁻³ A⁻⁻1 ഇതാണ് കിട്ടിയിരുന്നത്. ഡിവൈഡ് ബൈ ഇവിടെ ആരാ? I എന്ന് പറഞ്ഞാൽ കറന്റ് അല്ലേ? കറണ്ടിന്റെ ഇക്വേഷൻ എന്താ സാറേ? I ഈസ് ഈക്വൽ ടു Q/T. അത് നമ്മൾ വേറെ ഇത് നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം കറണ്ട് എന്നുള്ളത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാ. അതിന്റെ ഡയമെൻഷൻ നമ്മൾ ഓൾറെഡി തൊട്ട് മുന്നേ പറഞ്ഞു. I എന്നെടുക്കാം അല്ലെങ്കിൽ A എന്നെടുക്കാം. ഇവിടെ മുകളിലുള്ള ഈ A എന്നുള്ളത് കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ താഴെയും A എന്നെടുക്കുന്നു. ഈ A മുകളിലേക്ക് പോയാൽ എന്താവുക? A⁻⁻1 ആണ് ആവുക. അപ്പൊ ml² T⁻³ A⁻⁻1. ഈ A നെ ഞാൻ മുകളിലേക്ക് എടുത്താൽ അതെന്താ വരുന്നത്? A⁻⁻1. അപ്പൊ A⁻⁻1ഉം -1ഉം വരുമ്പോൾ എന്തായിരിക്കും? നിങ്ങൾ നോക്ക്, രണ്ടിന്റെയും കോഎഫിഷ്യന്റുകൾ സെയിം അല്ലേ? അപ്പൊ പവേഴ്സ് ആഡ് ചെയ്തൂടെ? അപ്പൊ -1 + -1. അപ്പൊ എന്താ വരിക? മൈനസും പ്ലസും കൂടെ എന്താ വരിക? മൈനസ് ആവും. അപ്പൊ -1 -1 -2 എന്ന് വരും. അപ്പൊ നമുക്ക് അവിടെ ഡയമെൻഷൻ കിട്ടി ml² T⁻³ A⁻². അപ്പൊ ഏതിന്റെയും ഡയമെൻഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഇക്വേഷൻ അറിഞ്ഞാൽ മതി ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് അതിന്റെ ഡയമെൻഷൻ കിട്ടി. ആ ഡയമെൻഷൻ ഞാൻ ഇവിടെ എഴുതാണ്. ml² T⁻³ A⁻². ഇതാണ് നമ്മുടെ ഡയമെൻഷൻ ഓഫ് റെസിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പഠിച്ചിരിക്കേണ്ടത്. റെഡിയല്ലേ? ഇതാണ് യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ ഓഫ് റെസിസ്റ്റൻസ്. ഇനി അതിന്റെ വോൾട്ടേജ് കറണ്ട് ഓംസ് ലോ പ്രകാരമുള്ള വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും ഗ്രാഫ് ആണ് ഞാൻ അടുത്തായിട്ട് വരയ്ക്കാൻ വേണ്ടി പോകുന്നത്. എന്താ സാറേ ഓംസ് ലോ പ്രകാരം? V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I അല്ലേ? അതിനർത്ഥം എന്താ? V കൂടുമ്പോ I യും കൂടുന്നു. അപ്പൊ ഞാനിതാ ഇവിടെ V യും ഇവിടെ I യും എടുത്ത് അങ്ങനെ ആകുമ്പോൾ V ഇങ്ങനെ കൂടുമ്പോ I യും ഇങ്ങനെ കൂടുന്നു. അപ്പൊ ഓരോ പോയിന്റ് ഇതാ ഇവിടെ ഇങ്ങനെയല്ലേ വരിക? അപ്പൊ ആ ഗ്രാഫ് ഞാൻ വരയ്ക്കുകയാണെങ്കിൽ VI ഗ്രാഫ് ഇതാ ഇങ്ങനെയായിരിക്കും വരുന്നത്. ക്ലിയർ? ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണെങ്കിൽ അതിന്റെ ഗ്രാഫ് ഒക്കെ ഓൾമോസ്റ്റ് ഇതാ ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക വരുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക മനസ്സിലാക്കിയിരിക്കട്ടോ. ഈ ചെറിയ ചേഞ്ച് ഒക്കെ വരുന്നത് ചിലത് ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങളോട് പറയുന്നതായിരിക്കും. റെഡി? അപ്പൊ V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ Iയുടെ ഗ്രാഫാണ് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ എന്താണ് സാറേ കിട്ടുക? അതല്ലേ നമ്മൾക്ക് അടുത്തായിട്ട് നോക്കാനുള്ളത്. സ്ലോപ്പ് എന്ന് കണ്ടുപിടിച്ച് നോക്കട്ടെ. സ്ലോപ്പ് ഓഫ് VI ഗ്രാഫാണ്. സ്ലോപ്പ് കണ്ടുപിടിക്കൽ എങ്ങനെയാന്നുള്ളത് ഞാൻ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? Y ആക്സിസ് ഡിവൈഡഡ് ബൈ X ആക്സിസ്. അത്രയും മതിയോ സാറേ? അത്രയും മതി. Y ആക്സിസ് ഡിവൈഡ് ബൈ X ആക്സിസ് ആണ്. അപ്പൊ ഇവിടെ Y ആക്സിൽ ആരാണ്? V ആണ്. X ആക്സിൽ ആരാണ്? I ആണ്. V ഡിവൈഡഡ് ബൈ എന്തെന്ന് വരുന്നു? I എന്ന് വരുന്നു. അതായത് Y ആക്സിസ് ഡിവൈഡ് ബൈ X ആക്സിസ് ആണ്. Y ആക്സിസ് V ആണ്. X ആക്സിൽ I യു ആണ് വരുന്നത്. അപ്പൊ V/I അത് എവിടെ കണ്ടല്ലോ സാറേ? V/I അതല്ല നമ്മുടെ റെസിസ്റ്റൻസ്. അത് ശരി. അപ്പൊ നമുക്ക് ഇവിടെ എന്താ കിട്ടുന്നത്? V/I ഈസ് ഈക്വൽ ടു R റെസിസ്റ്റൻസ് ആണ്. അപ്പോ ഏതിന്റെ സ്ലോപ്പാ നമ്മൾ കണ്ടുപിടിച്ചത്? VI ഗ്രാഫിന്റെ സ്ലോപ്പാണ്. വോൾട്ടേജ് കറണ്ട് ഗ്രാഫിന്റെ സ്ലോപ്പാണ് കണ്ടുപിടിച്ചത്. ആ സ്ലോപ്പ് കണ്ടുപിടിച്ചപ്പോ എനിക്ക് എന്ത് കിട്ടി? റെസിസ്റ്റൻസ് കിട്ടി. ദാറ്റ് ഈസ് സ്ലോപ്പ് ഓഫ് VI ഗ്രാഫ് ഈസ് വാട്ട്? റെസിസ്റ്റൻസ് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. സ്ലോപ്പ് ഓഫ് VI ഗ്രാഫ് എന്താടാ? റെസിസ്റ്റൻസ് ആണ് എന്നുള്ള ആൻസർ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ക്ലിയർ?
ഓക്കെ, സെറ്റോസ്കി. ഇനി അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഫാക്ടേഴ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ റെസിസ്റ്റൻസ് ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതാണ് നമുക്ക് അടുത്തായിട്ട് പറയേണ്ടത്. അപ്പോൾ ഈ 4 പോയിന്റിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം. ഞാൻ പറയുന്നത് അറിയോ, ഈ ചാപ്റ്ററിൽ എന്തായാലും 100% ഉറപ്പായും വരുമെന്ന് പറയുന്ന ചോദ്യം ഇതിലെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്കാണ്. ഇതിലെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്കാണ് എന്ത്, ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക്, ഉറപ്പായിട്ടും വരുമെന്ന് പറയുന്ന ടോപ്പിക്ക്. 3 മാർക്ക് അത് പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. റെഡി? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആരൊക്കെയായിരിക്കും എന്നുള്ള. എടാ, നിങ്ങൾക്ക് ഈ ക്ലാസ് ഇങ്ങനെ കേടുന്നതിനിടക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ഡിപ്രഷനൊക്കെ, അതായത് നിങ്ങൾക്ക് വേറെ പല മൈൻഡും വരാൻ ചാൻസ് ഉണ്ട്. അതായത് എനിക്കിപ്പോൾ കിട്ടുമോ കിട്ടൂലേ എന്നുള്ള മൈൻഡൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ആ കിട്ടുമോ കിട്ടൂലേ എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മളൊന്ന് ട്രൈ ചെയ്യണം. ആ ട്രൈ ചെയ്യാനുള്ള സമയമാണ് ഇപ്പം നമ്മുടെ മുന്നിലുള്ളത്. അപ്പം അത് ആരും എന്ത് ചെയ്യരുത്, മിസ്സാക്കരുത്. അതാരും മിസ്സാക്കാതെ മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്നത് എന്താണോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു മാസം നിങ്ങൾ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. റെഡി? അങ്ങനെയാണെങ്കിൽ ഫാക്ടേഴ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്നാമത് ഇപ്പൊ കണ്ടക്ടറിലൂടെയാണല്ലോ പോവാ, കറണ്ട് കണ്ടക്ടറിലൂടെ പോവുക. ആ കണ്ടക്ടറിലൂടെ പോകുന്ന കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്നതാണ് ആര്, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ റെസിസ്റ്റൻസ് ആ കണ്ടക്ടറിന്റെ ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ലെങ്ത്തിനെയും ഡിപ്പെൻഡ്, എത്ര വലുപ്പമുള്ള കണ്ടക്ടറാണ് എന്നുള്ള ആ ലെങ്ത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ, അതായത് ഓരോ മെറ്റീരിയലിനും ഓരോ റെസിസ്റ്റൻസ് ആയിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഞാനിപ്പോൾ എൻ്റെ കയ്യിലൊരു മരം ഉണ്ട്. ഓക്കെ, ആ മരത്തിന്റെ ഞാൻ പ്ലഗിൽ ഒരു പവർ എന്ത് ചെയ്തു, ഒരു വയർ പ്ലഗിലൊക്കെ കുത്തിയിട്ട് ആ മരത്തിന് അതിന്റെ മറ്റേ അറ്റം എന്ത് ചെയ്യുന്നു, ഞാൻ മരത്തിന്റെ ഒരു സൈഡിൽ കൊണ്ടുപോയി വെക്കുന്നത്, എന്നിട്ട് കണക്ട് ചെയ്തു. എന്നിട്ട് ആ മരത്തിൽ തൊട്ട് നോക്കിയാൽ എനിക്ക് ഷോക്ക് അടിക്കുമോ? ഇല്ല. പക്ഷെ ഞാൻ അതിന് പകരം ഒരു ഇരുമ്പോ അല്ലെങ്കിൽ കോപ്പറോ വെക്കുകയാണെങ്കിലോ അത് കണക്ട് ചെയ്താൽ എനിക്ക് ഷോക്ക് അടിക്കുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം എന്താ, ആ മെറ്റീരിയൽ മാറി. ഒന്ന് വുഡായിരുന്നു, മറ്റൊന്നായിരുന്നു കോപ്പർ ആയിരുന്നു. അപ്പൊ ഓരോ മെറ്റീരിയലിനും ഓരോ റെസിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാകുക. ഓക്കെ, വുഡിലാണെങ്കിൽ അതിലൂടെ കറണ്ട് പാസ് ചെയ്യേ ഇല്ല. അതിനർത്ഥം എന്താ, അതിന് ഭയങ്കര റെസിസ്റ്റൻസ് ആണെന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതിലൂടെ മനസ്സിലാക്കിയിരിക്കേണ്ടത്. മറ്റേത് റെസിസ്റ്റൻസ് കുറവായിരിക്കും, അതുകൊണ്ടാണ് കറണ്ട് എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നേച്ചർ ഓഫ് മെറ്റീരിയൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് റെസിസ്റ്റൻസ് ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. അതുകൊണ്ടാണ് ഓംസിലൂടെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ ആണ്. ആ ടെമ്പറേച്ചർ മാറിയ അവിടെ ആര് മാറും, ആ റെസിസ്റ്റൻസ് മാറും. അതുകൊണ്ടാണ് നമ്മൾ ടെമ്പറേച്ചർ മാറരുത് എന്ന് പറഞ്ഞിരുന്നത്. ഇത് നിങ്ങൾക്ക് ഓക്കെ ആണ്, സെറ്റ് ആണ് എന്നുള്ള സാർ എന്ത് ചെയ്യുന്നു, അസ്യൂം ചെയ്യുന്നു. കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. ദിസ് ഈസ് ദ ഫാക്ടേഴ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ വാട്ട്, റെസിസ്റ്റൻസ്. ഇനി ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി ഇതിനെ രണ്ടും കൂടെ ഉണ്ടല്ലോ, ഈ ഏരിയയും ലെങ്ത്തും, അത് കണ്ടക്ടറിനല്ലേ, അത് രണ്ടും കൂടെ നമ്മൾ കോമൺ ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, ഡയമെൻഷൻ ഓഫ് കണ്ടക്ടർ എന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട് കേട്ടോ. ഡയമെൻഷൻ ഓഫ് കണ്ടക്ടർ. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ടൈലിൻ്റെ ഒക്കെ ഡയമെൻഷൻ എടുക്കാൻ പറഞ്ഞാൽ അതിന്റെ ലെങ്ത്തും ഏരിയ ഒക്കെ നമ്മൾ എടുക്കുക. അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യും, അതിന്റെ ലെങ്ത്തും ഏരിയയും നമ്മൾ ഡയമെൻഷൻ ഓഫ് കണ്ടക്ടർ കോമൺ ആയിട്ടും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം ആ ഡയമെൻഷൻ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതായത് ലെങ്ത്തും ഏരിയയും റെസിസ്റ്റൻസിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നതാണ് നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത്. അതായത് റെസിസ്റ്റൻസും ലെങ്ത്തും എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതായത് റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്, ലെങ്ത് ആണ്. ഓക്കെ, അതായത് ഒരു കണ്ടക്ടറിന്റെ ലെങ്ത് കൂടിയാൽ അതിലുള്ള റെസിസ്റ്റൻസും കൂടും. ഓക്കെ, എന്താ പറയുക, സാർ നോക്കി, ഇവിടെ ഇത്രയും വലുപ്പമുള്ള ഒരു കണ്ടക്ടർ ആണെന്ന് വിചാരിച്ചോ, അടുത്ത രണ്ട് ഇത്രയും വലുപ്പമുണ്ട്. ഇതിലൂടെ കറണ്ട് ഇവിടുന്ന് മുതൽ ഇവിടെ വരെ പോയാൽ മതി. ഇതിലൂടെ ആണെങ്കിൽ കറണ്ട് ഇവിടെ മുതൽ ഇവിടെ വരെ പോകണം. അപ്പോൾ ഇതിങ്ങനെ പോകുന്തോറും ആ വയറിൽ കണ്ടക്ടറിലൂടെ ഇങ്ങനെ പോകുന്തോറും അതിനിങ്ങനെ ഒപ്പോസിഷൻ കിട്ടിക്കൊണ്ട് നിൽക്കുകയാണല്ലോ. അതെ, അപ്പൊ നമ്മൾ ഇങ്ങനെ പോകുമ്പോഴും റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നത്, ഇത്തിരി ഇങ്ങനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന് ഇത്രയും ലെങ്ത് പോയാൽ മതി, അപ്പൊ അത്രയും റെസിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ കറണ്ടിന് ഇത്രയും ലെങ്ത് പോകണം, അപ്പൊ റെസിസ്റ്റൻസ് എന്തായിരിക്കും, അത്രയും റെസിസ്റ്റൻസ് അതിനുണ്ടാകും. അപ്പോൾ ലെങ്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസും കൂടും. അതാണ് ഒന്നാമത്തെ കേസ്. ലെങ്ത് കൂടുമ്പോൾ ആരും കൂടും, റെസിസ്റ്റൻസും കൂടും എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് കേസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടത്. റെഡിയാണെന്ന് വിചാരിക്കുന്നത്. ഇനി രണ്ടാമത് ഏരിയ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതായത് ഏരിയ ഡിപ്പെൻഡ് ചെയ്ത ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്, ഏരിയയാണ്. എന്താ സാർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ, അതായത് ഏരിയ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും.
ഇനി ഏരിയ കുറവാണെങ്കിൽ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ അതൊരു ചെറിയ കുഞ്ഞു കണ്ടക്ടർ എടുത്തതാ, ഇങ്ങനെ ഇത്രയും ഏരിയ ഉള്ള ഒരു കണ്ടക്ടർ എടുത്തു. ലെങ്ത് ഇതേ ലെങ്ത് ഉള്ള വലിയ ഏരിയ കൂടുതലുള്ള ഒരു കണ്ടക്ടർ എടുത്തതാ, ഇത്രയും ഏരിയ ഉള്ള എന്ത് ചെയ്തു ഒരു കണ്ടക്ടർ എടുത്തു. കാരണം രണ്ടിലെ ലെങ്ത് സെയിമാ. അപ്പൊ ഇതിലൂടെ ഏതിലൂടെ ആയിരിക്കും ഇപ്പൊ നമുക്ക് പോകാൻ സുഖം? വലുതിലൂടെ ആയിരിക്കും നമുക്ക് പോകാൻ സുഖം. അതുപോലെ തന്നെ കറണ്ടിനും ഏതിലൂടെ ആയിരിക്കും സുഖം? കറണ്ടിനും ഈ വലുതിലൂടെ പോകാനായിരിക്കും എന്ത് ചെയ്യുക സുഖം. കാരണം ഇതിലൂടെ ഇത്രയും ഏരിയയിലൂടെ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറണ്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിൽ ഇത്രയും ഏരിയയിലൂടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കറണ്ടിന് ഈസി ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ കറണ്ട് ഈസി ആയിട്ട് പോവാ എന്ന് പറഞ്ഞാൽ അവിടെ റെസിസ്റ്റൻസ് കുറവാണ് എന്നർത്ഥം. അപ്പൊ നിങ്ങൾ നോക്കൂ, ഏരിയ ഇവിടെ കൂടിയില്ലേ, അപ്പൊ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? കുറയും. ഏരിയ കുറഞ്ഞാലോ റെസിസ്റ്റൻസ് കൂടും. ഇതാണ് നമ്മൾ ഈ ഡയമെൻഷൻ ഓഫ് കണ്ടക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ അല്ലേ? സെറ്റാണെന്ന് സാറ് വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്രൊപ്പോർഷൻ രണ്ടും കൂടെ ഞാൻ ഒരുമിച്ച് എഴുതുകയാണെങ്കിൽ ശ്രദ്ധിക്കണേ, ഇത് രണ്ടും കൂടെ ഞാൻ ഒരുമിച്ച് ചെയ്തു. ദാറ്റ് ഇസ് ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തായിരുന്നു? ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ ആയിരുന്നു. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എ അല്ലേ? അപ്പൊ ഡിവൈഡഡ് ബൈ എ, ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും അല്ലേ? ഇവിടെ 1/a ആയിരുന്നു ആറ്, അപ്പൊ 1/a ഇവിടെ വന്നു. ഇനി എൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരുന്നു, അപ്പൊ എൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയി. ഇനി പ്രൊപ്പോർഷണൽ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? ആ കോൺസ്റ്റന്റ് ആണ് സാറ് പറയാൻ വേണ്ടി പോകുന്നത്. ഈക്വൽ ടു ആക്കുമ്പോൾ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യണം. ആ കോൺസ്റ്റന്റ് ആണ് റോ. ഇതിനെ നമ്മൾ പറയാ റോ എന്നാണ് പറയുന്നത്. റോ ഇൻറ്റു എൽ ബൈ എ എന്നായിരിക്കും അവിടെ വരുന്നത്. റോ ഇൻറ്റു എൽ ബൈ എ എന്നാണ് വരുന്നത്. അപ്പൊ ഇതിൽ റോ എന്ന് പറയുന്ന ആളാരാ? അതാണ് നമ്മുടെ റെസിസ്റ്റിവിറ്റി. ഈ റോ എന്ന് പറയുന്ന ആളാണ് മക്കളെ എന്ത്? റെസിസ്റ്റിവിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പഠിച്ചിരിക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് ഓക്കെ ആണ്, സെറ്റ് ആണ് എന്നുള്ള സാറ് വിചാരിക്കുന്നു. കൺഫ്യൂഷൻ ഒന്നുമില്ല എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യുന്നു? അസ്യൂം ചെയ്യുന്നു. അപ്പൊ ഇതിൽ സാറ് എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ റോ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി, എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. ആ കണ്ടക്ടറിന്റെ ലെങ്ത് ആണ് എൽ എന്ന് പറഞ്ഞാൽ. എ എന്ന് പറഞ്ഞാൽ എന്താ സാറേ? ഏരിയ ഓഫ് ദ കണ്ടക്ടർ. ആ കണ്ടക്ടറിന്റെ ഏരിയ ആണ് നമ്മുടെ എ എന്ന് പറഞ്ഞാൽ. റോ എന്ന് പറഞ്ഞാൽ അതിന് എന്താണ്? റെസിസ്റ്റിവിറ്റിയും. ആർ എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസിസ്റ്റൻസുമാണ്. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസുമാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ എന്ത് ചെയ്യുക? മനസ്സിലാക്കിയിരിക്കുക. ഇങ്ങനെയാണ് ഒരു കണ്ടക്ടറിന്റെ ഏരിയയും ലെങ്ത്തും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ വേണ്ടി പറ്റും. ഇനി കുറച്ച് എക്സാമ്പിൾസ് എടുത്ത് നോക്കിയാൽ ആ കാര്യം നമുക്ക് ക്ലിയർ ആവട്ടോ. ഇപ്പൊ നമ്മൾ പഠിച്ചതിന്റെ ചെറിയൊരു എക്സാമ്പിൾ ആണ് സാർ പറയാൻ വേണ്ടി പോകുന്നത്. ശരിക്കും ശ്രദ്ധിച്ചോളൂ, ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ള കറക്റ്റ് നോക്കണേ. അതായത് എക്സാമ്പിൾ ഇതാണ് പറയുന്നത്. ഒന്നാമത്തെ എക്സാമ്പിൾ ഇതാ ഇവിടെ ഉണ്ട്. ആദ്യം എൻ്റെ കയ്യിൽ എൽ ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടർ ഉണ്ടായിരുന്നു. അതിന്റെ ഏരിയ എ ആയിരുന്നു. അപ്പൊ അവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് എന്തായിരിക്കും? ആർ ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു എൽ ബൈ എ. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് എൽ ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടറിന്റെ ഏരിയ എ ആണ് എന്നുണ്ടെങ്കിൽ അതിലൂടെ ഒഴുകുന്ന കറണ്ടിന് കിട്ടുന്ന റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ ആണ് ആർ ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു എൽ ബൈ എ. ആർ ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു എൽ ബൈ എ എന്ന് പറഞ്ഞാൽ. ഇനി അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇനി ഞാൻ ഇത് എയുടെ കേസാണ്. ഇനി രണ്ടാമത്തെ കേസ് നോക്ക്. ഞാൻ ഇതിനെ ലെങ്ത് ഏരിയ മാറ്റിയില്ല, ലെങ്ത് എന്ത് ചെയ്തു? കൂട്ടിയിട്ടോ. അപ്പൊ ഇതെങ്ങനെ ചെയ്യേണ്ടത് നോക്കണേ. ബി ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാൻ വേണ്ടി പോവാണ്. എനിക്ക് പുതിയ റെസിസ്റ്റൻസ് എത്ര എന്നുള്ള കണ്ടുപിടിക്കുക. കാരണം ഇവിടെ എന്ത് ചെയ്തു? ഓൾറെഡി ലെങ്ത് മാറി. ലെങ്ത് മാറി നമുക്കറിയാം ഓൾറെഡി റെസിസ്റ്റൻസ് മാറിയിട്ടുണ്ടാകും. കാരണം ലെങ്ത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് ആണ്. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഞാൻ പുതിയ റെസിസ്റ്റൻസ് എടുക്കുകയാണ് കേട്ടോ. എനിക്ക് എത്ര നല്ല പുതിയ റെസിസ്റ്റൻസ് ഞാൻ ആർ ഡാഷ് എടുക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു റോക്ക് മാറ്റൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അവ മാറുന്നില്ല. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അതായത് റെസിസ്റ്റിവിറ്റിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ റോക്ക് എന്തുകൊണ്ട് മാറ്റം ഉണ്ടായിട്ടില്ല എന്നുള്ളത് സാറ് പറഞ്ഞു തരും കേട്ടോ. റോ ഇൻറ്റു ലെങ്ത് പുതിയ ലെങ്ത് അല്ലേ, അത് ഞാൻ എൽ ഡാഷ് എടുക്കുന്നു. പുതിയ ഏരിയ വരുന്നു വിചാരിക്കുന്നു എ ഡാഷ്. അപ്പൊ ഇതിൽ എന്തൊക്കെ കിട്ടണം? ഈ എൽ ഡാഷ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആദ്യ ലെങ്ത് എൽ ആയിരുന്നു, അതിന്റെ ഒരു ലെങ്ത്തും കൂടെ കൂട്ടിയപ്പോൾ ടോട്ടൽ ലെങ്ത് ഇപ്പൊ എത്ര ആയിട്ട് മാറി? 2L ആയിട്ട് മാറി. ഏരിയക്ക് വല്ല ചേഞ്ചും ഉണ്ടോ? ഇല്ല. അപ്പൊ എ ഡാഷ് എന്നുള്ള ഏരിയക്ക് ഒരു ചേഞ്ചും ഇല്ല, അത് എ തന്നെയാണ്. അതായത് കാൽക്കുലേഷൻ എളുപ്പമായിട്ടാണ് സാർ എൽ ഡാഷ് എ ഡാഷ് എന്നൊക്കെ കൊടുത്തു കേട്ടോ. നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലായി. വളരെ ലോ ലെവലിൽ നമ്മൾ പറയുമ്പോൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആർ ഡാഷ് ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു എൽ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? 2L ഡിവൈഡ് ബൈ എ ഡാഷ് എന്ന് പറഞ്ഞാൽ അതിൽ ഏരിയക്ക് വ്യത്യാസമില്ല, എ തന്നെയാണ്. അപ്പൊ അതിനൊന്ന് റീഅറേഞ്ച് ചെയ്തിടുമ്പോൾ ആർ ഡാഷ് ഈക്വൽ ടു ഈ 2നെ ഞാൻ എന്താ ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് എടുക്കുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ജസ്റ്റ് ഇതാ ഇങ്ങോട്ട് മാറ്റി ചെയ്ത് 2 ഇൻറ്റു റോ ഇൻറ്റു എൽ ബൈ എ. അല്ല സാറേ, ഈ റോ ഇൻറ്റു എൽ ബൈ എ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന റെസിസ്റ്റൻസ് അല്ലേ? ആദ്യം ഉണ്ടായിരുന്ന കണ്ടക്ടർ റെസിസ്റ്റൻസ് അല്ലേ?
അതായത് ലെങ്ത് എല്ലും ഏരിയ എയും ആയപ്പോൾ ഉണ്ടായിരുന്ന കണ്ടക്ടർ റെസിസ്റ്റൻസ് ആണ് R. അപ്പൊ അത് തന്നെയല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ R ഡാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 2R ആയിട്ട് കിട്ടി. അതായത് ഓൾറെഡി ഉള്ള റെസിസ്റ്റൻസിന്റെ ഡബിൾ ആയിട്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്. ഓൾറെഡി ഉള്ള റെസിസ്റ്റൻസിന് എന്തായിട്ട് കിട്ടി? ഡബിൾ ആയിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്. ലെങ്ത് കൂട്ടിയപ്പോൾ റെസിസ്റ്റൻസും ഡബിൾ ആയി. അത് ശരിയാണല്ലോ, R ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L അല്ലേ. ഇവിടെ ഓൾറെഡി ഉള്ള ലെങ്ത് എന്ത് ചെയ്തു? ഇവിടെ ഡബിൾ ആയി. അപ്പൊ റെസിസ്റ്റൻസും എന്ത് ചെയ്യും? ഡബിൾ ആകും. അതാണ് നമ്മൾ അവിടെ ചെയ്തിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഇങ്ങനെ എഴുതി പറഞ്ഞു കൊടുക്കണം, എന്നാലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് സാർ എഴുതി പറഞ്ഞത് കേട്ടോ. അതിനുശേഷം അത് എക്സ്പ്ലെയിനും ചെയ്തു. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഇവനെ ഞാൻ എന്ത് ചെയ്തു? ഹാഫ് ആക്കി. ഹാഫ് ആക്കിയാൽ അവന്റെ പുതിയ റെസിസ്റ്റൻസ് എത്രയാണ് അതാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പൊ ഞാനത് R ഡാഷ് നിൽക്കുന്നു. പുതിയ റെസിസ്റ്റൻസ് R ഡാഷ് റോ ഇൻറ്റു പുതിയ ലെങ്ത് L ഡാഷ് പുതിയ ഏരിയ A ഡാഷ്. അപ്പോൾ ഇവിടെ ലെങ്ത്തിൽ ആദ്യമുള്ളതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലെങ്ത്തിൽ വ്യത്യാസം ഉണ്ടോ? ഇല്ല. അപ്പൊ ലെങ്ത് L ഡാഷ് എന്നുള്ള പുതിയ ലെങ്ത് എത്ര തന്നെയാണ്? പഴയ ലെങ്ത് L തന്നെയാണ്. പക്ഷേ ഏരിയ അവിടെ എന്ത് ചെയ്തു? നിങ്ങൾ നോക്കണേ. A ഡാഷ് പുതിയ ഏരിയ, ആദ്യം ഏരിയ കംപ്ലീറ്റ് A ആയിരുന്നു, അത് കട്ട് ചെയ്തു അല്ലേ. അപ്പൊ ഏരിയ ഹാഫ് ആയിട്ട് മാറില്ല. അതിന് നടുവിൽ കട്ട് ചെയ്ത ഏരിയ എന്ത് ചെയ്തു? ഹാഫ് ആയിട്ട് മാറി. ഹാഫ് എന്ന് പറയുമ്പോൾ A/2 ആയിട്ട് മാറും. അപ്പൊ ഏരിയ എന്നുള്ളത് A/2 ആയിട്ട് മാറി. പുതിയ ഏരിയ A/2 ആയിട്ട് മാറി. അത് നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ R ഡാഷ് ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു L ഡാഷ് എന്ന് പറയുമ്പോൾ L ആണ്, ഡിവൈഡഡ് ബൈ A ഡാഷ് എന്ന് പറയുമ്പോൾ എന്താണ്? A/2 ആണ്. A ഡാഷ് എന്ന് പറയുമ്പോൾ എന്താ? A/2 ആണ് നമുക്ക് എന്ത് ചെയ്താ ഇവിടെ വരുന്നത്. ഇതിൽ ഞാൻ എന്ത് ചെയ്യാം? ഈ ഡിവൈഡ് ഇവിടെ ഉള്ള 2 ഉണ്ടല്ലോ, അതായത് ഡിനോമിനേറ്ററിൽ ഇങ്ങനെ ഡിവിഷൻ ഫോം വരികയാണെങ്കിൽ അതിന് താഴെയുള്ള ഡിവിഷൻ ഫോമിൽ ആ സാധനത്തിൽ നമുക്ക് ന്യൂമറേറ്ററിൽ മുകളിലേക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ആ മുകളിലേക്ക് എടുക്കുമ്പോൾ R ഡാഷ് ഇസിക്കൽ എന്താ വരിക? 2 മുകളിലെത്തൂലേ. 2 മുകളിലെത്തി. ബാക്കി എന്നുള്ളത് റോ L/A. റോ L/A എന്ന് പറഞ്ഞാൽ ആദ്യമുള്ള റെസിസ്റ്റൻസ് തന്നെയല്ലേ. അപ്പൊ നിങ്ങൾ നോക്ക്, 2R ആയിട്ട് മാറി. അതായത് ഞാൻ ആദ്യം ഉള്ളതിന്റെ ഹാഫ് ആക്കി മാറ്റിയപ്പം അതിന്റെ റെസിസ്റ്റൻസ് എന്ത് ചെയ്തു? ഡബിൾ ആയി എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. അത് അങ്ങനെ തന്നെയല്ലേ സാറേ? ഏരിയ കുറഞ്ഞാല് റെസിസ്റ്റൻസ് കൂടുമെന്നല്ലേ നമ്മൾ പഠിച്ചത്. ഇവിടെ ഏരിയ ഹാഫ് ആയി, അപ്പൊ റെസിസ്റ്റൻസ് ഡബിൾ ആകും. അതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതാണ് ഈ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നിങ്ങളോട് പറയാനുള്ളത്. ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് സാർ എന്ത് ചെയ്യുന്നു? അസ്യൂം ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ബാക്കി കേസിലേക്ക് പോവാണ്. റെസിസ്റ്റിവിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞ റെസിസ്റ്റിവിറ്റി റോ എന്ന് പറഞ്ഞാൽ എന്താണ്, അതാണ് നമുക്ക് അടുത്തായി ഡിസ്കസ് ചെയ്യാനുള്ളത്. വാട്ട് ഡു യു മീൻ ബൈ റോ എന്നുള്ളതാണ് നമുക്ക് അടുത്തായി ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ. റോ എന്ന് പറയുന്ന റെസിസ്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ അതിന് ഇക്വേഷൻ നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാം അല്ലേ. നമ്മുടെ ഇക്വേഷൻ R ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ R ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു L/A ആയിരുന്നു. അപ്പൊ ഇതിന് റോ കിട്ടണം എന്നുണ്ടെങ്കിൽ റോ ഈസ് ഈക്വൽ ടു, റോനെ മാത്രം ഞാൻ ഇവിടെ നിർത്തിയിട്ടോ, അതിന് കൂടുതൽ ആൾക്കാർക്ക് അത് അങ്ങോട്ട്. അപ്പൊ അയേനെ എടുക്കുമ്പോൾ R ഇൻറ്റു A, എല്ലിനെ എടുക്കുമ്പോൾ ഡിവൈഡഡ് ബൈ L ആയിരിക്കും വരുന്നത് അല്ലെ. അപ്പൊ R ഇൻറ്റു A/L ആണ്. ഇതാണ് നമ്മുടെ എന്തിന്റെ ഇക്വേഷന്? റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ. ഇനി ഇതിൽ നോക്ക്, ചിലപ്പോൾ റെസിസ്റ്റിവിറ്റിയുടെ ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്. അപ്പൊ ആ ഡെഫിനിഷനും കൂടെ നമുക്ക് ഇവിടെ ഒന്ന് പറയാം. അതായത് ഇവിടുത്തെ ഏരിയ, നമ്മൾ എടുക്കുന്ന കണ്ടക്ടറിന്റെ ഏരിയ 1 മീറ്റർ സ്ക്വയർ ആണ്, ലെങ്ത് എത്രയാണ്? 1 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എന്താ വരിക? റോ ഇസ് ഈക്വൽ ടു R ഇൻറ്റു 1/1 അല്ലേ. അതായത് റോ ഇസ് ഈക്വൽ ടു R ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഇതിന്റെ ഡെഫിനിഷൻ പറയാം. അതായത് റെസിസ്റ്റിവിറ്റി ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ്. റെസിസ്റ്റിവിറ്റി എന്താണ്? റെസിസ്റ്റൻസിന് ഈക്വൽ ആണ്. എപ്പോ? when a unit area and unit length conductor is connected. അല്ലെങ്കിൽ നമുക്കറിയാം എന്തൊക്കെ കറണ്ട് ഈസ് പാസിംഗ് ത്രൂ യൂണിറ്റ് ഏരിയ ആൻഡ് യൂണിറ്റ് ലെങ്ത് കണ്ടക്ടർ. അതായത് 1 മീറ്റർ സ്ക്വയർ ഏരിയയും 1 മീറ്റർ ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടറിലൂടെയാണ് ഒരു കറണ്ട് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവിടെയുള്ള റെസിസ്റ്റിവിറ്റി എന്തിന് ഈക്വൽ ആയിരിക്കും? റെസിസ്റ്റൻസിന് ഈക്വൽ ആയിരിക്കും. ഇതാണ് റെസിസ്റ്റിവിറ്റിയുടെ ഈ കേസിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പഠിച്ചിരിക്കേണ്ടത്. റെഡിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താണ് എന്നുള്ള കാര്യമാണ് നമുക്ക് അടുത്ത് നോക്കേണ്ടത്. അപ്പൊ നമ്മൾ ആ ഇക്വേഷൻ എടുക്കുമ്പോൾ റോ ഈസ് ഈക്വൽ ടു, ഓക്കെ, റോ ഈസ് ഈക്വൽ ടു R ഇൻറ്റു A/L അല്ലേ. ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ യൂണിറ്റ് പറയാൻ വേണ്ടി പോവാണ്. അല്ല സാറേ, ഈ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു ഓം. ഏരിയന്റെ യൂണിറ്റ് എന്താ സാറേ? മീറ്റർ സ്ക്വയർ അല്ലെ. ലെങ്ത് മീറ്റർ സ്ക്വയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലെങ്ത്തിന് എന്താണ്? മീറ്റർ ആയിരിക്കും. മീറ്റർ മനസ്സിലായി എന്താ വരുന്നത്? ഓം മീറ്റർ. ഇതാണ് നമ്മുടെ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ്. എന്താ? ഓം മീറ്റർ.
നമ്മൾ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ഓം മീറ്റർ എന്നുള്ളതാണ് നമ്മുടെ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ റെസിസ്റ്റിവിറ്റിയുടെ ഡയമെൻഷനോ സാറേ, അത് നമ്മൾ നേരത്തെ വെച്ച പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റൂലേ. നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡയമെൻഷൻ ഓഫ് റെസിസ്റ്റ്, ഞാൻ ഇതെല്ലാം ചെയ്ത് തരുന്നത് എന്താ അറിയോ, നിങ്ങൾക്ക് ഏത് ചോദ്യം വന്നാലും ഡയമെൻഷനൊക്കെ എന്തായാലും ഒരു ചോദ്യം വരും. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ക്വസ്റ്റ്യൻസും സാറ് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കണേ. അപ്പോൾ റോ ഈസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എന്താ, R × A/L. റെസിസ്റ്റൻസിനെ നമ്മൾ തൊട്ട് മുന്നേ ചെയ്തില്ലേ, റെസിസ്റ്റൻസിനെ നമുക്ക് ഇവിടെ പോയി എടുക്കാം. ഓക്കെ, ഞാൻ കൂടുതൽ പറയുന്നില്ല. ഡയമെൻഷൻ ഓഫ് റെസിസ്റ്റൻസ് എന്താണ്, ml² T⁻³ A⁻². കേട്ടോ. ഓക്കെ, അതായത് റെസിസ്റ്റൻസിന്റെ ഡയമെൻഷൻ ml² T⁻³ A⁻². ഇതാണ് ഈ ഇക്വേഷനിലെ R-ന്റെ റെസിസ്റ്റൻസ്, സോറി ഡയമെൻഷൻ. ഇനി ഏരിയന്റെ ഡയമെൻഷൻ, ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് അല്ലേ, അപ്പൊ ലെങ്ത്തിനും L, ബ്രെഡ്ത്തിനും L, അപ്പൊ എന്താ വരിക, L² എന്ന് വരും. ഡിവൈഡ് ബൈ ലെങ്ത്തിന് എന്താ പറയുക, L ആയിരിക്കും വരുന്നത്. ഒരു എല്ലും ഒരു എല്ലും ഇത് അവിടെ ക്യാൻസൽ ആയി പോയില്ലേ. ബാക്കി എന്താവും, ഇവിടെ ഒരു L ഉണ്ട്, ഇവിടെ L² ഉണ്ട്. അപ്പൊ L² × L എന്ന് പറയുമ്പോൾ L³ വരും. അപ്പൊ നമ്മുടെ ഡയമെൻഷൻ ഓഫ് റോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ml³ T⁻³ A⁻². ഇതാണ് നമ്മുടെ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. എന്താ വരുന്നത്, ml³ T⁻³ A⁻². ദിസ് ഈസ് ദ ഡയമെൻഷൻ ഓഫ് റെസിസ്റ്റിവിറ്റി. ഇനി ഈ റെസിസ്റ്റിവിറ്റി രണ്ടാൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. നേരത്തെ റെസിസ്റ്റൻസ് 4 ആൾക്കാരെ പറഞ്ഞില്ലായിരുന്നോ, ഏരിയ, ലെങ്ത്, നേച്ചർ ഓഫ് മെറ്റീരിയൽ, ടെമ്പറേച്ചർ. പക്ഷേ റെസിസ്റ്റിവിറ്റി ഉണ്ടല്ലോ, അതിലുള്ള ആ ഫസ്റ്റ് 2 ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യൂല. അതായത് അവൻ ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, നേച്ചർ ഓഫ് മെറ്റീരിയലിനെയും ടെമ്പറേച്ചറിനെയും മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതെന്താ സാറേ, മറ്റതിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ നോക്കണേ, എൻ്റെ കയ്യിൽ ഒരു 10 മീറ്റർ അല്ലേ, 10 അല്ലെങ്കിൽ 1 മീറ്ററും 1 മീറ്റർ² ഏരിയയും 1 മീറ്റർ ലെങ്ത്തും ഉള്ള ഒരു കണ്ടക്ടർ എൻ്റെ കയ്യിലുണ്ട്, ഒരു കോപ്പർ വയർ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു, ആ കോപ്പർ വയറിന്റെ ലെങ്ത് അങ്ങോട്ട് കൂട്ടി 2 മീറ്റർ ആക്കി, ഏരിയ കൂട്ടി 10 മീറ്റർ² ആക്കി. അങ്ങനെയാണെങ്കിൽ അതിന് റെസിസ്റ്റിവിറ്റിക്ക് ചേഞ്ച് വരുമോ, ഇല്ല. കാരണം എന്താ, റെസിസ്റ്റിവിറ്റി ലെങ്തോ ഏരിയയോ മാറിയാൽ റെസിസ്റ്റിവിറ്റി മാറൂല. ആരേ മാറുള്ളൂ, റെസിസ്റ്റൻസ്. അതാണ് ഈ കേസിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പൊ പക്ഷേ നേച്ചർ ഓഫ് മെറ്റീരിയൽ, ഇപ്പൊ ഒന്ന് കോപ്പറും ഒന്ന് അലൂമിനിയം ആണെങ്കിലോ അതിന് റെസിസ്റ്റിവിറ്റി വ്യത്യാസം ഉണ്ടാവും, റെസിസ്റ്റൻസും വ്യത്യാസം ഉണ്ടാവും. ടെമ്പറേച്ചർ മാറുമ്പോഴും റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യുന്നതായിരിക്കും, മാറുന്നതായിരിക്കും. ഈ ടെമ്പറേച്ചറിന്റെ നേച്ചർ ഓഫ് മെറ്റീരിയലിന്റെ കേസ് ഉണ്ടല്ലോ, റെസിസ്റ്റൻസിന്റെ കേസ് എങ്ങനെയാണോ മാറുന്നത് അതേപോലെ തന്നെയാണ് റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യുന്നത്, മാറുന്നത്. അതിലേക്കാണ് നമുക്ക് ഇനി പോകാനുള്ളത്. അപ്പോൾ റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് നേച്ചർ ഓഫ് ദി മെറ്റീരിയലും രണ്ടാമത്തേത് ടെമ്പറേച്ചറുമാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി അങ്ങനെയാണെങ്കിൽ എന്താണ് 2 ടേമുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. വാട്ട് ഡു യു മീൻ ബൈ കണ്ടക്ടൻസ് and what do you mean by conductivity? ഈ 2 ടേമുകളാണ് നമുക്ക് മനസ്സിലാക്കുക. കണ്ടക്ടൻസ് എന്താണ്, കണ്ടക്ടിവിറ്റി എന്താണെന്നുള്ള. റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് നമ്മൾ കണ്ടക്ടൻസ് എന്ന് പറയും. അതായത് G എന്നുള്ളത് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് 1/R. ഇപ്പൊ റെസിപ്രോക്കൽ ചെയ്താന്ന് പറഞ്ഞാൽ ഡിവിഷനിലായിട്ട് എഴുതുന്ന നമ്മൾ റെസിപ്രോക്കൽ എന്ന് പറയും. അപ്പൊ G = എന്താണ്, 1/R. ഇതാണ് കണ്ടക്ടൻസി എന്ന് പറഞ്ഞാൽ. ഇനി കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി അല്ലെ. അപ്പൊ റെസിസ്റ്റിവിറ്റിയുടെ അറിയാം സിഗ്മയാണ് കണ്ടക്ടിവിറ്റി എങ്കിൽ റെസിസ്റ്റിവിറ്റി നമ്മൾ റോ എന്നുള്ള റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ സിഗ്മ = എന്താണ്, 1/ρ ആണ്. അപ്പൊ അവരുടെ യൂണിറ്റ് എന്തായിരിക്കും അല്ലെ, അതാണ് നമുക്ക് അടുത്തത്. അപ്പൊ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താ സാറേ, ഓം അല്ലേ, റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്. അപ്പൊ അതിന്റെ മുകളിലേക്ക് തലയിൽ വെച്ചുമ്പോൾ ഓം ഇൻവേഴ്സ് എന്താ വരിക, ഓം ഇൻവേഴ്സ് എന്ന്. കാരണം മുകളിലേക്ക് എടുക്കണം, താഴെയാണ്. ഇപ്പൊ ഇക്വേഷൻ വെച്ച് നോക്കുമ്പോൾ 1/ഓം എന്നുള്ളത് ഇങ്ങനെ നിർത്താൻ പറ്റില്ല, ഇവനെ മുകളിലേക്ക് എടുക്കണം. അപ്പൊ ഓം ഇൻവേഴ്സ് എന്നെടുക്കാം. അല്ലെങ്കിൽ ഈ ഓം ഇൻവേഴ്സ് നമുക്ക് ഇങ്ങനെ എഴുതട്ടോ, ഓം ഇൻവേഴ്സ് എന്ന് എഴുതാം. അല്ലെങ്കിൽ ഈ ഓമിനെ തല തിരിച്ചിടുകയല്ലേ, അതല്ലേ ഇൻവേഴ്സ് എടുക്കുക എന്ന് പറഞ്ഞാല്. അപ്പൊ ഓമിന് OHM തല വെച്ചിട്ട് MHO അങ്ങനെയും പറയാറുണ്ട്, മോ എന്നും പറയാറുണ്ട്. ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് സാധനമാണ് സീമൻ എന്ന് പറയാറുണ്ട്. ഓക്കെ, അതായത് റെസിസ്റ്റിവിറ്റിയെ ഈ ഓം ഇൻവേഴ്സിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് സീമൻ എസ് എന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഒരു പ്രാവശ്യം എക്സാമിന് വന്നിരുന്നു, അതുകൊണ്ടാണ് സാർ അത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി അതേപോലെ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റുകൾ നോക്കുകയാണെങ്കിലോ, ഇതൊക്കെ യൂണിറ്റുകൾ ഇമ്പോർട്ടന്റ് എക്സാമിന് ചോദിച്ചതുകൊണ്ടാണ് സാർ വീണ്ടും 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 പറയുന്നത് കേട്ടോ. ഓക്കെ, കണ്ടക്ടിവിറ്റിയുടെ കേസിലേക്ക് നമ്മൾ പോകുമ്പോൾ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് ആരാണ്, റെസിസ്റ്റിവിറ്റി ആണ് നമ്മുടെ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്തായിരുന്നു, ഓം
മീറ്റർ. അപ്പൊ അത് താഴെയല്ലേ വരുന്നത്, നമുക്ക് 1/Ohm മീറ്റർ ആണ്. അപ്പൊ പിന്നെ മുകളിലേക്ക് എടുത്താൽ Ohm ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് അല്ലെ. സാധാരണ എന്താണെന്നറിയോ, ഇവിടെ ഈ ഓം മീറ്റർ എന്ന് പറയുമ്പോൾ Ohm 1 മീറ്റർ 1, അത് നമ്മൾ മുകളിലേക്ക് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ സൈൻ എന്ത് ചെയ്യും, മാറും, Ohm ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് ആയിട്ട് മാറും. അല്ലെങ്കിൽ നമുക്ക് Ohm ഇൻവേഴ്സ് വരുന്നത് ഇങ്ങനെ എഴുതി കൂടെ, Ohm ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് പറയാം മോ മീറ്റർ ഇൻവേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് പറയാം സീമൻ മീറ്റർ ഇൻവേഴ്സ്. ഇതൊക്കെ എന്തിന്റെ യൂണിറ്റ് ആണ്, കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ആണ് എന്നുള്ള കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പഠിച്ചിരിക്കേണ്ടത്. ഇത് ഓക്കെയാണ്, സെറ്റ് ആണ് എന്നുള്ള സാറ് വിചാരിക്കുന്നു. റെഡി അല്ലേ?